നമസ്കാരം. ക്യാപ്റ്റൻ ജൈവ ബുദ്ധിജീവി എന്നിങ്ങനെ മുഖ്യമന്ത്രി പിണറായി വിജയന് എന്തെല്ലാം വിശേഷണങ്ങൾ ആണല്ലേ. തീർത്തും പരാജയമായ മന്ത്രിമാരാണ് ഈ പേരൊക്കെ ചാർത്തിക്കൊടുത്തിരിക്കുന്നത് എന്നത് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? ഇതൊക്കെ കേൾക്കുമ്പോൾ മൂപ്പർക്കൊരു ഉൾപ്പുളകമൊക്കെ ഉണ്ടാകും. ഒരു കാശിനും കൊള്ളാത്ത മന്ത്രി എന്ന പേര് സിദ്ധിച്ച ആരോഗ്യമന്ത്രി വീണ ജോർജാണ് ക്യാപ്റ്റൻ എന്ന പട്ടം മുഖ്യന് ചാർത്തിക്കൊടുത്തത്. ഇടയ്ക്കിടെ പിണറായിയെ കാണുമ്പോഴും പ്രസംഗങ്ങളിലുമൊക്കെ ക്യാപ്റ്റൻ എന്ന് മൂപ്പത്തി പറഞ്ഞുകൊണ്ടിരിക്കും. പിണറായിയും ഹാപ്പി, വീണയും ഹാപ്പി. പിന്നൊരു പേര് ജൈവ ബുദ്ധിജീവി എന്നതാണ്. അതാണെങ്കിൽ വിളിച്ചത് വീട് തലയിൽ ചുമക്കുന്ന ശ്രീമതി മന്ത്രി ബിന്ദു കൊച്ചമ്മയാണ്. പക്ഷേ പ്രബുദ്ധ കേരളം ഇന്ന് വരെ ചിന്തിച്ചിട്ട് അതിന്റെ അർത്ഥം മനസ്സിലായിട്ടില്ല. എന്തിനധികം പറയുന്നു, എന്താണ് അതിന്റെ അർത്ഥമെന്ന് വിളിച്ച ബിന്ദുവിനോ കേട്ട പിണറായിക്കോ ഇതുവരെ മനസ്സിലായിട്ടുമില്ല. ബൈ ദ ബൈ മിസ്റ്റർ പെരേര, അടുത്ത ഒരു പേര് കൂടി മുഖ്യന്, അതായത് മരുമകൻ റിയാസ് വക ഒരുങ്ങുന്നുണ്ട് എന്നതാണ് വിവരം. വരുന്ന കേരളീയത്തിനപ്പുറം ആ പേരിടിയിൽ കർമ്മം നീണ്ടുപോകില്ല എന്നതാണ് മനസ്സിലാക്കുന്നത്. കാരണം നവകേരള സദസ്സിനു വേണ്ടി സ്ഥാപിച്ചിരിക്കുന്നത് 364 ഹോർഡിങ്ങുകളാണ്. ഒരു ജില്ലയിൽ 26 ഹോർഡിങ്ങുകൾ. പിണറായിയുടെ ഹോർഡിംഗ് വെച്ചതിന്റെ ചെലവ് കേട്ടാൽ ഞെട്ടരുത്. 2.46 കോടിയാണ്. ഏകദേശം 62 ലൈഫ് മിഷൻ വീട് നിർമ്മിക്കാനുള്ള പണമാണ് ഹോർഡിംഗ് സ്ഥാപിച്ച് പിണറായി പുട്ടടിച്ചത് എന്നർത്ഥം. 9 ലക്ഷം പേർ ലൈഫ് മിഷൻ വീടിന് വേണ്ടി കേരളത്തിൽ കാത്തിരിക്കുന്നുണ്ട് എന്നത് നമ്മൾ മറക്കരുത്. അതും പോരാ, ഇനിയാണ് രസം. പിണറായിയുടെ ഈ വാക്ക് കേട്ട് കേരളത്തിലുടനീളം ഹോർഡിംഗ് വെച്ച സ്ഥാപനം വെട്ടിലാവുകയും ചെയ്തു. പണം കൊടുത്തിരുന്നില്ല. കിട്ടാനുള്ള പണത്തിന് വേണ്ടി സെക്രട്ടേറിയറ്റിന് ചുറ്റും നടക്കുന്ന കാഴ്ച ഇപ്പോൾ നിത്യസംഭവമാണ്. അവസാനം പിണറായി പ്രസാദിച്ചു, ബാലഗോപാലിനെ വിളിച്ചു. പണം ഉടൻ കൊടുക്കാൻ ബാലഗോപാലിന് പിണറായിയുടെ കട്ട നിർദ്ദേശം. ഫയൽ വന്നിട്ടില്ലെന്നായി ബാലഗോപാൽ. ഫയൽ ഉടൻ ധനകാര്യ വകുപ്പിനെ അയക്കാൻ പിണറായി PRDക്ക് നിർദ്ദേശവും നൽകി. പിണറായി പറഞ്ഞതുകൊണ്ട് ട്രഷറി നിയന്ത്രണത്തിൽ ഇളവൊക്കെ വരുത്തി അധിക ഫണ്ട് അനുവദിക്കാനാണ് ബാലഗോപാലിന്റെ നീക്കം. അതല്ലെങ്കിൽ കസേര തെറിക്കും. 55 ലക്ഷം രൂപയ്ക്ക് ഹോർഡിംഗ് സ്ഥാപിച്ചാൽ മതിയെന്നായിരുന്നു ആദ്യ തീരുമാനമുണ്ടായിരുന്നത്. PRDയുടെ എസ്റ്റിമേറ്റും അതായിരുന്നു. പക്ഷേ നവകേരള സദസ്സ് കളറാകണമെങ്കിൽ ഹോർഡിംഗ് കൂടുതൽ വേണമെന്നായിരുന്നു മന്ത്രി PA മുഹമ്മദ് റിയാസിന്റെ ഒരു ഇത്. എങ്ങനെ? അമ്മയ്യപ്പന്റെ പടമാണല്ലോ ഈ വെച്ചടിക്കുന്നത്. അപ്പോൾ ഒരു കളറാവുന്നെന്ന് എല്ലാവർക്കും തോന്നുമല്ലോ. എല്ലാവർക്കും അല്ല, മരുമകന് തോന്നുമല്ലോ. അതിലൊരു തെറ്റ് പറയാൻ പറ്റില്ല. അങ്ങനെയാണ് ഹോർഡിങ്ങിന്റെ എണ്ണം കൂടിയതും ചെലവ് 2.46 കോടിയായതും. എത്ര നല്ല കുടുംബമല്ലേ. അങ്ങനെ മരുമകൻ വഴി ഹോർഡിംഗ് വിജയൻ എന്നുള്ള പേര് കൂടി മൂപ്പർക്ക് കിട്ടും എന്നതാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. ഹോർഡിങ്ങിന്റെ എണ്ണം ഇനി ഗിന്നസ് ബുക്കുകാർ അറിഞ്ഞാൽ പിണറായി ഗിന്നസിലും കയറി പറ്റും. ഹോർഡിംഗ് കമ്പനിക്കാർക്ക് പണം കിട്ടാൻ താമസിച്ചതുകൊണ്ട് അവർക്കൊരു വിഷമം ഉണ്ടായി എന്നതാണ് മനസ്സിലാക്കുന്നത്. അതിനുവേണ്ടി കരയേണ്ട, ബാലഗോപാലേട്ടൻ പണം വകയിരുത്തിയിട്ടുണ്ട്. നവകേരള സദസ്സിന്റെ മറ്റു ചെലവുകൾ ഓരോന്നായി പുറത്തു വരികയും ചെയ്യുന്നുണ്ട്. നവകേരള സദസ്സിനു വേണ്ടി കലാജാഥ സംഘടിപ്പിച്ചത് 48 ലക്ഷം രൂപയ്ക്കാണ്. KSRTC ബസ്സിൽ പിണറായിയുടെ പുഞ്ചിരിക്കുന്ന മുഖം പതിപ്പിച്ചതിന്റെ ചെലവ് 16.99 ലക്ഷം. റെയിൽവേ ജിംഗിൾസിന് 41.21 ലക്ഷവും ചെലവായിട്ടുണ്ട്. നവകേരള ബസിനും 50 ഗിംസിനും 1.50 കോടിയും ചെലവായിട്ടുണ്ട്. വളരെ തുച്ഛമാണല്ലോ പിണറായിയെ സംബന്ധിച്ച് ഇതൊക്കെ. മുഖ്യമന്ത്രിയും മന്ത്രിമാരും നവകേരള ബസ്സിൽ യാത്ര നടത്തിയതിന് 35 ലക്ഷം രൂപ യാത്രപ്പടിയും എഴുതിയെടുത്തു. ഇന്ധന ചെലവിന്റെ കോടികളുടെ കണക്ക് ഇനിയും പുറത്തു വരാനുണ്ട്. അതേപോലെ വിഭവസമൃദ്ധമായ ശാപ്പാടിന്റെയും കണക്കുകളൊന്നും പുറത്തു വന്നിട്ടില്ല. പൗരപ്രമുഖന്മാർ മതിവരുവോളം തിന്നു കൂട്ടിയതിന്റെ കണക്ക് കൂടിയാകുമ്പോൾ 14 ജില്ലകളിലെ ഭക്ഷണം മാത്രം 25 കോടി കടക്കും എന്നതാണ് ലഭിക്കുന്ന സൂചന. പന്തൽ, പൊളിച്ച സ്കൂൾ മതിലിന്റെ നിർമ്മാണ പ്രവർത്തനം, താമസ ചെലവ് എന്നിങ്ങനെയുള്ള ചെലവുകൾ കൂടി പുറത്തു വരുമ്പോൾ നവകേരള സദസ്സിന്റെ ചെലവ് 100 കോടി കടക്കും. ഡിസംബറിൽ കേരളീയം വീണ്ടും വരുന്നുണ്ട്. അതിനും ഹോർഡിംഗ് വേണം. പിണറായി അതും നിങ്ങൾക്ക് തരും. അതായത് ഈ ഹോർഡിംഗ് അടിക്കുന്നവർക്ക് അതും തരും. ബജറ്റിൽ ബാലഗോപാൽ ജനങ്ങളിൽ നിന്ന് നികുതി പിഴിഞ്ഞു വാങ്ങുന്നത് ഇതിനൊക്കെ വേണ്ടിയാണല്ലോ. അപ്പോൾ അത് മാറ്റി നിർത്തില്ല. ഇത്തിരി താമസിച്ചാലും അത് തരും.
നവകേരള സദസ്സിന് മുഖ്യമന്ത്രിയുടെ പോസ്റ്റർ അടിച്ചതിന് 7.47 കോടി ഈ മാസം 2-ന് അനുവദിച്ചതിന് പിന്നാലെയാണ് 67.18 ലക്ഷം കൂടി അനുവദിച്ചിരിക്കുന്നത്. നവകേരള സദസ്സ് പരിപാടിയുടെ പ്രചാരണാർത്ഥം കലാജാഥ സംഘടിപ്പിച്ചതിന് അനുവദിച്ചത് 20 ലക്ഷം രൂപയാണ്. RN ആർട്സ് ഹബിനായിരുന്നു കലാജാഥയുടെ ചുമതല. 48 ലക്ഷം രൂപയാണ് കലാജാഥയുടെ മൊത്തം ചെലവ്. ബാക്കി തുക അടുത്ത സാമ്പത്തിക വർഷം നൽകാം എന്നാണ് ബാലഗോപാലിന്റെ വാഗ്ദാനം. നവകേരള സദസ്സ് പരിപാടിയുടെ പ്രചാരണാർത്ഥം KSRTC ബസ്സിൽ പിണറായിയുടെ പുഞ്ചരിക്കുന്ന ചിത്രം പതിപ്പിച്ചിരുന്നു. അതിന് ഇപ്പോൾ അനുവദിച്ചതാണെങ്കിൽ 11.99 ലക്ഷം രൂപ. ദീർഘദൂര സർവീസ് നടത്തുന്ന 142 ബസ്സുകളിലാണ് പരസ്യം പതിപ്പിച്ചത്. 16.99 ലക്ഷമായിരുന്നു മൊത്തം ചെലവ്. ഇതിൽ 4.99 ലക്ഷം ഈ വർഷം മാർച്ച് 6-ന് KSRTCക്ക് നൽകുകയും ചെയ്തിരുന്നു. ബാക്കി തുകയായ 11.99 ലക്ഷമാണ് ഇപ്പോൾ അനുവദിച്ചിരിക്കുന്നത്. എങ്ങനെയുണ്ട്? നന്ദി.